ഹായ്, ഐ എം ദൃശ്യ ദിനേഷ്. ഞാൻ IIT ഡൽഹിയിൽ ഒരു MBA സ്റ്റുഡൻ്റ് ആണ്. സോ എന്നോട് കുറേ കാലമായിട്ട് കുറേ പേര് ചോദിക്കുന്നുണ്ട് എൻ്റെ ക്യാറ്റ് പ്രിപ്പറേഷൻ ജേർണീനെ പറ്റി പറയാൻ. ഈ വീഡിയോ അതിനുവേണ്ടി മാത്രമുള്ളതാണ്. ഹൗ ടു ക്രാക്ക് ബി സ്കൂൾസ് ഇൻ്റർവ്യൂ എന്നുള്ള ഒരു വീഡിയോയും കൂടെ ഇതിൻ്റെ ക്യാറ്റിൻ്റെ ഭാഗമായിട്ട് ചെയ്യും. അതിനകത്ത് അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കവർ ചെയ്യാം. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ VARC, DALR ആൻഡ് ക്വാണ്ട് ഈ 3 സെക്ഷൻസും ഞാൻ എങ്ങനെ ക്ലിയർ ചെയ്തു എനിക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്ന് ആഗ്രഹമുണ്ട്. സോ ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി എൻ്റെ ഓർമ്മയിൽ നിന്നൊക്കെ എടുത്തിട്ട് എന്തൊക്കെയാണ് ഞാൻ ചെയ്തതെന്ന് ഞാൻ പറയാം. 7 months എക്സാക്ട്ലി 7 months ആണ് ഞാൻ ക്യാറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്തത്. ക്യാറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ വർക്ക് ചെയ്യുമായിരുന്നു. എനിക്ക് 2.5 years വർക്ക് എക്സ് ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ക്യാറ്റിന് വേണ്ടി ജോയിൻ ചെയ്യുന്നത്. ഞാനൊരു BTech ഗ്രാജുവേറ്റ് ആയിരുന്നു. എൻ്റെ പ്രൊഫൈൽ പറയുകയാണെങ്കിൽ എനിക്ക് 10th 9.8 CBSE, പിന്നെ ഞാൻ കേരള സിലബസിലേക്ക് മാറി. അങ്ങനെ 95.33 ആൻഡ് +2 ഗ്രാജുവേഷൻ CGPA വളരെ കുറവാണ്. 6.85 ആണ് എൻ്റെ ഗ്രാജുവേഷൻ CGPA. അത് കഴിഞ്ഞിട്ട് ഞാൻ വർക്ക് ചെയ്യായിരുന്നു. അതിൻ്റെ കൂടെ എൻ്റെ പേഴ്സണലായിട്ട് കുറച്ച് സിനിമയും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക്. 2023 April 22 ഞാൻ തീരുമാനിക്കുന്നത് ഓക്കെ ഞാൻ ക്യാറ്റിന് പ്രിപ്പയർ ചെയ്യാം. ആൻഡ് എന്നോട് കുറേ പേര് ചോദിച്ചു ജോലിയുടെ കൂടെയാണോ ക്യാറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്തത്? അല്ല, ആക്ച്വലി ഞാനൊരു ഫ്ലാറ്റ് എടുത്ത് ഇതിന് വേണ്ടി മാത്രം രാവിലെ ഞാനൊരു 8 മണിക്ക് മുതൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ രാത്രി ഒരു 11 മണി വരെ ഭക്ഷണത്തിന് മാത്രം ബ്രേക്ക് എടുത്ത് ആ ഒരു 7 months ഉള്ള ബാക്കി എല്ലാ തരത്തിലുള്ള സന്തോഷങ്ങളും, ഫാമിലി വെഡ്ഡിങ്സ്, ബാക്കിയുള്ള ഫ്രണ്ട്സിൻ്റെ കല്യാണം, ഇങ്ങനെ എല്ലാ തരത്തിലുള്ള പരിപാടികളും ഒഴിവാക്കിയിട്ട് പഠനം മാത്രം എന്ന് പറഞ്ഞ് 7 മാസം കുത്തിയിരുന്നിട്ട് ഞാൻ പഠിച്ചിട്ടുണ്ടെന്ന്. ഓക്കെ, എൻ്റെ പെർസെൻറ്റേജ് 98.98. ഈ വീഡിയോയുടെ ഒരു ഡിസൈൻ എങ്ങനെയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ തുടക്കത്തിൽ തന്നെ ഞാൻ ഓരോ സെക്ഷൻസും ഞാൻ എന്താണ് പേഴ്സണലി ചെയ്തതെന്നുള്ള കാര്യം ഞാൻ പറയും. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് റെഫറൻസ് മെറ്റീരിയലും എന്തൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാനും, പിന്നെ എൻ്റെ ജേർണിയിൽ ഞാൻ ചെയ്ത മണ്ടത്തരങ്ങളും അത് നിങ്ങൾ ചെയ്യരുതെന്നുള്ളത് കൊണ്ടുള്ള കുറച്ച് ടിപ്സും ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഞാൻ ആക്ച്വലി ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയിട്ട് ജോയിൻ ചെയ്തായിരുന്നു ഓഫ്ലൈനായിട്ട് ക്യാറ്റ് പ്രിപ്പറേഷന് വേണ്ടി. എനിക്ക് അവരുടെ നെയിം ചെയ്യാൻ ആഗ്രഹമില്ല, നോട്ട് ബിക്കോസ് അവർ മോശമായിരുന്നത് കൊണ്ട്, ബട്ട് ക്യാറ്റ് പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു 60,000-70,000 രൂപ കൊടുത്ത് ഓഫ്ലൈനായിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ജോയിൻ ചെയ്തതിനോട് ഞാൻ കംപ്ലീറ്റ്ലി എഗെയിൻസ്റ്റ് ആണ്. അതിന് കുറച്ചധികം റീസൺസ് ഉണ്ട്. എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടും ഇങ്ങനെയുള്ള എസ്റ്റാബ്ലിഷ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് കോച്ചിങ് എടുത്തവരുടെയും കൂടെ എക്സ്പീരിയൻസ് വെച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാരണം ഒരു 60 പേര് 70 പേര് ഇരിക്കുന്ന ക്ലാസ്സിൽ 1 മണിക്കൂർ കൊണ്ട് ഒരു സർ വന്ന് ഒരു കോൺസെപ്റ്റ് ക്ലിയർ ചെയ്ത് തന്നു കഴിഞ്ഞാൽ 1 മണിക്കൂറൊന്നും പോരാ. ക്യാറ്റിന് വരുന്ന ക്വസ്റ്റ്യൻസ് ക്ലിയർ ചെയ്യാൻ മാത്രം ക്ലാരിറ്റിയിൽ നിങ്ങൾക്കൊരു കോൺസെപ്റ്റ് ഒരാൾക്ക് പഠിപ്പിച്ചു തരാൻ. അത് എത്ര നല്ല സാറാണെങ്കിലും കുറച്ച് സമയം അധികം വേണ്ടി വരും. കാരണം അത്രയും ഡീപ്പായിട്ടുള്ള, അത്രയും കോൺക്രീറ്റ് ആയിട്ട് നമുക്ക് ആ കോൺസെപ്റ്റ് ഉറപ്പായിട്ടുണ്ടെങ്കിലേ ക്യാറ്റിൽ വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ റീസൺ ഇസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എസ്റ്റാബ്ലിഷ്ഡ് ആയതുകൊണ്ട് തന്നെ ആൾക്കാർ അതിനകത്ത് വന്ന് ജോയിൻ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ക്ലാസ് എടുത്തു തരുന്ന ഫേക്കൽറ്റീസിന്റെ ക്രെഡിബിലിറ്റി ഈസ് ആക്ച്വലി എപ്പോഴും നമുക്ക് ഏറ്റവും നല്ല ഫേക്കൽറ്റീസ് ആണ് നമുക്ക് ക്ലാസ് എടുക്കുന്നതെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. പിന്നെ അടുത്തത് ഇത് പോക്കറ്റ് ഫ്രണ്ട്ലി അല്ല എന്നുള്ളത് തന്നെയാണ്. 60 to 70K or 80K ഒക്കെയാണ് ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനും ഓഫ്ലൈൻ കോഴ്സിന് വേണ്ടിയിട്ട് ചാർജ് ചെയ്യുന്നത്. ഇത് ഭയങ്കര കൂടുതലാണെന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ പേസിന് തന്നെ പഠിച്ചു പോകാൻ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ക്യാറ്റിന് ഏറ്റവും ബെസ്റ്റ് അതാണ്. സോ ഐ വുഡ് സജസ്റ്റ് ഓൺലൈൻ ആയിട്ടുള്ള കോഴ്സുകൾ ചൂസ് ചെയ്യുക. അതാകുമ്പോൾ നമ്മളുടെ സ്പീഡിനനുസരിച്ച് നമുക്ക് പഠിച്ചിട്ട് പോകാം. ഇഫ് ഞാനൊരു കോഴ്സ് സജസ്റ്റ് ചെയ്യണം എന്നാണെങ്കിൽ ഇപ്പോൾ പുതിയൊരു സ്റ്റാർട്ടപ്പ് ഉണ്ട്, ബി സ്കൂളർ എന്ന് പറഞ്ഞിട്ട്. അത് കേരള ബേസ്ഡ് ആയിട്ട് തന്നെയുള്ള ഒരു സ്റ്റാർട്ടപ്പാണ്. അതുകൊണ്ട് ക്ലാസ്സസ് ഒക്കെ മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷിലും തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതുപോലെ നിങ്ങൾക്കൊരു POC ഉണ്ടാവും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ക്ലിയർ ചെയ്യണമെങ്കിൽ ഏത് സമയത്തും ഈ POC നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ആൻഡ് ക്ലാസ് എടുക്കുന്ന ആൾക്കാരൊക്കെ 99% മുകളിൽ സ്കോർ ചെയ്തിട്ടുള്ളവരായിരിക്കും. ഫേക്കൽറ്റീസിന്റെ ക്രെഡിബിലിറ്റിയിലും നമുക്കൊരു ഉറപ്പുണ്ട്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി അത് പോക്കറ്റ് ഫ്രണ്ട്ലി ആണ്. എനിക്ക് തോന്നുന്നു അവരുടെ എല്ലാ കോഴ്സസും 30,000 താഴെയാണ് പ്രൈസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് എല്ലാം ഓൺലൈനായിട്ട് നിങ്ങളുടെ പേസിൽ തന്നെ നിങ്ങൾക്ക് പഠിച്ചു പോകാൻ പറ്റുന്ന കോഴ്സസ് ആണ്. അവരുടെ ലാസ്റ്റ് ബാച്ചിൽ നിന്ന് കുറച്ച് മേജർ ചെറിയൊരു ബാച്ച് ആയിരുന്നു എങ്കിലും IIM കാലിക്കറ്റ്, കൽക്കട്ട, ഇൻഡോർ എന്നൊക്കെയുള്ള കോഴ്സ് ആൻഡ്
ടോപ്പ് ബി സ്കൂൾസ് എന്നൊക്കെ സ്റ്റുഡൻസിന് കോൾസ് വന്നിട്ടുണ്ട്. സോ റിസൾട്ട്സും ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അവരുടെ പേജ് ചെക്ക്ഔട്ട് ചെയ്യാം. ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഞാൻ ആക്ച്വലി ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയിട്ട് ജോയിൻ ചെയ്തായിരുന്നു. ദ ഓൺലി തിങ് അബൌട്ട് ദീസ് ഫേമസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ ദെയർ മെറ്റീരിയൽ. അത് നിങ്ങൾക്ക് ഓൺലൈനിൽ അവൈലബിൾ ആയിരിക്കും. എൻ്റെ ഒരു ജേർണി വെച്ചിട്ട് പറയുകയാണെങ്കിൽ ആദ്യത്തെ കുറച്ച് ക്ലാസ്സസ് ഞാൻ ക്ലാസ്സിൽ പോയിരുന്നു പഠിച്ചു. ഓക്കെ, അവരുടെ ഓൺലൈൻ മെറ്റീരിയൽസ് അവൈലബിൾ ആയിരുന്നു, അതുപോലെ അവരുടെ ഓഫ്ലൈൻ ബുക്സും അവൈലബിൾ ആയിരുന്നു ഞങ്ങൾക്ക്. അപ്പൊ എനിക്ക് മനസ്സിലായി ഈ 1 മണിക്കൂർ ക്ലാസ് കൊണ്ട് ആക്ച്വലി ഒന്നും ഞാൻ അത്യാവശ്യം മാത്സിൽ ഗുഡ് ആയിട്ടുള്ള ആളാണ്. ഓക്കെ, എനിക്ക് പോലും മനസ്സിലാവുന്നില്ല ക്ലാസ് എന്നല്ല. ഇഫ് യു ആർ ടു ഗുഡ് അറ്റ് മാത്സ്, നിങ്ങൾക്ക് അങ്ങനെ 1 മണിക്കൂർ കൊണ്ട് ഒരാൾ വന്ന് കോൺസെപ്റ്റ്സ് ക്ലിയർ ആക്കി തരേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കത് ഇഷ്ടം പോലെ യൂട്യൂബ് ചാനൽസ് അവൈലബിൾ ആണ്. ഐ വിൽ റെക്കമെൻഡ് സം. ടു മച്ച് റിസോഴ്സസ്, ചുറ്റും ഫ്രീ റിസോഴ്സസ് അവൈലബിൾ ആണ്. ഇതിനു വേണ്ടി നമ്മളൊരു ക്ലാസ്സിൽ പോയിരുന്ന അവിടെ വെറുതെ കാശ് കളയേണ്ട ആവശ്യമില്ല. മെയിൻലി ബിക്കോസ് MBA എന്ന് പറയുന്ന പരിപാടി ഭയങ്കര ചെലവുള്ള പരിപാടി. നമുക്കാകെ പൈസ ഇതിനകത്ത് സേവ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു ഭാഗം ഈ CAT പ്രിപ്പറേഷൻ ജേർണിയാണ്. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഒരാൾ നമുക്ക് പറഞ്ഞു തരില്ല ഈ കാര്യം. ഈ CAT പ്രിപ്പറേഷൻ കഴിഞ്ഞിട്ട് എക്സാം കഴിഞ്ഞിട്ട് ഒരു കോളേജ് ആപ്ലിക്കേഷൻ പരിപാടി വരുന്നുണ്ട്. ഈസിലി 50,000 to 60,000 അവിടെ തന്നെ പോകും. നമുക്ക് അറിഞ്ഞൂടെ ഏത് കോളേജിലാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന്. അതിന് ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ പിന്നെയും കാശെടുക്കും നമ്മളെ കയ്യിൽ നിന്ന്, ഇന്റർവ്യൂ പ്രിപ്പറേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതെല്ലാം ഭയങ്കര എക്സാജറേറ്റ് ചെയ്ത് വെച്ചേക്കണം. ഇതെന്തോ വലിയ സംഭവമാണെന്നുള്ള ഒരു സാധനം കുട്ടികളിലേക്ക് കൊടുത്തിട്ട് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ചുമ്മാ പൈസ ഉണ്ടാക്കുകയാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ആകെ നമുക്ക്, കാരണം ഈ കോളേജ് ആപ്ലിക്കേഷൻ്റെ സമയത്ത് ഒന്നും പൈസ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും നിങ്ങൾ വിചാരിക്കരുത്. കാരണം എന്താ വെച്ചാൽ നമുക്ക് അറിഞ്ഞൂടാ. ഇവർ നല്ല CAT പെർസെൻറ്റേജിൽ ഉണ്ടായിട്ടും നല്ല കോളേജ് കിട്ടാതെ പോയവരുണ്ട്. സോ നമുക്ക് അറിഞ്ഞൂടെ എവിടേക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്ന്. ഒരു റിസ്ക് എടുക്കാതെ കഴിയുന്നത്ര കോളേജസിൽ അപ്ലൈ ചെയ്യാനേ ആ ഭാഗത്തൊക്കെ ഞാൻ പറയുള്ളൂ. ആൻഡ് കോളേജ് ഫീയുടെ കാര്യം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ IIT ഡൽഹി പോലത്തെ കോളേജസിൽ ഗ്രേറ്റർ ROI ഉള്ള കോളേജസ് ആണ്. ബിക്കോസ് പൈസ കുറവ്, 12 lakhs ഒക്കെ ഇവിടെയുള്ളൂ. ബാക്കിയുള്ള IIMസിലും ബാക്കിയുള്ള വലിയ MBA കോളേജസിലൊക്കെ നിങ്ങൾ 25ന്റെ മുകളിൽ എന്താണെങ്കിലും പേ ചെയ്യേണ്ടി വരും. സോ FMS, പിന്നെ കുറച്ച് IITs, ഇതുപോലെ വളരെ കുറച്ച് കോളേജസിനെ നിങ്ങൾക്ക് ഫീയുടെ കാര്യത്തിൽ കുറച്ചെങ്കിലും വരും. അത് തന്നെ 12 ലക്ഷമൊക്കെ വരുന്നുണ്ട്. സോ പൈസ സേവ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു സ്ഥലം പ്രിപ്പറേഷൻ പരിപാടിയാണ്. ഞാൻ ആദ്യം മുതൽ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ VRC മുതൽ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് VRC. എൻ്റെ VRC ജേർണി വാസ് ലൈക്ക് ഇറ്റ് ഷുഡ് ബി ഷെയർഡ്. ലൈക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ, ഞാൻ തുടക്കത്തിൽ മോക്സ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ എന്നും എല്ലാ പ്രാവശ്യവും എൻ്റെ VRC സ്കോർ 4, 3, ചിലപ്പോൾ മൈനസിലേക്ക് പോകും, നെഗറ്റീവൊക്കെ ആയിട്ടുണ്ട്. എനിക്ക് VRC സ്കോർ 0 കിട്ടിയിട്ടുണ്ട്. സോ VRCയിൽ ഭയങ്കര വിഷയമായിരുന്നു. DLRും ക്വാണ്ടും എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിലും VRCയിൽ എൻ്റെ മാർക്ക് കംപ്ലീറ്റ് പോയായിരുന്നു. എനിക്ക് ഒരു ഐഡിയയിൽ എന്താ ചെയ്യേണ്ടത്. ഞാൻ കഴിയുന്നത്ര പ്രാക്ടീസ് ചെയ്യാൻ റെഡിയായിരുന്നു. ബട്ട് ഇതിൻ്റെ ഒരു എസൻസ് കിട്ടുന്നില്ല. എന്താണ്, എവിടെയാണ്, എങ്ങനെയാണ് ശരിയായ ഉത്തരം കണ്ടുപിടിക്കാമെന്ന് മനസ്സിലാവുന്നില്ല. ഓക്കെ, അപ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് 2ാമത്തെ ഇയർ CAT എഴുതുന്നുണ്ട്. ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് എൻ്റെ CAT ക്രാക്ക് ചെയ്തത്. ബട്ട് അത് 7 months ഇരുന്ന് ഇതിന് വേണ്ടി മാത്രം ഇരുന്നോണ്ട. അത്രമാത്രം ഇരിക്കണോ നിങ്ങൾ CAT ക്രാക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ. അത് ഓരോരുത്തരുടെയും സെറ്റപ്പും നമ്മളുടെ പേഷ്യൻസും നമ്മളുടെ വിൽ പവറും നമുക്ക് എന്താ പറയുക മോട്ടിവേഷനൊക്കെ പോലെ ഇരിക്കും. എൻ്റെ ഒരു ഫ്രണ്ട് 2nd ടൈം എഴുതുന്നുണ്ടായിരുന്നു. പുള്ളിയോട് ഞാൻ വിളിച്ച് ചോദിച്ചപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞ ഒരു കോഴ്സ്, കരിയർ ലോഞ്ചറിന്റെ VRC 1000 എന്ന് പറഞ്ഞിട്ടൊരു കോഴ്സ് അവൈലബിൾ ആണ് ബൈ ജിജു ശ്രീനിവാസൻ. അമേസിങ് കോഴ്സ്. ലൈക്ക് ഐ കാണ്ട് ഇവൻ താങ്ക് ഹിം ഇനഫ്. ലൈക്ക് ടു ഗുഡ് കോഴ്സ്. ഓക്കെ, അത് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. നിങ്ങൾക്ക് താല്പര്യമുണ്ട് അല്ലെ 3-4-5 പേര് കൂടിയിട്ട് ഇത് വാങ്ങാം. ലൈക്ക് പുള്ളിയുടെ കോണ്ടന്റ് ഇസ് ഗുഡ്. അതാണ് എൻ്റെ VRC സ്കോർ ഇംപ്രൂവ് ചെയ്തത്. ലൈക്ക് ടു ഗുഡ് കോഴ്സ്. എൻ്റെ VRC ലിറ്ററലി എനിക്ക് മനസ്സിലാവാൻ തുടങ്ങി എന്തുകൊണ്ടാണ് ഓരോ ആൻസേഴ്സായി മാറുന്നതെന്ന്. ലൈക്ക് 4 ക്വസ്റ്റ്യൻ ആദ്യമൊക്കെ വായിക്കുമ്പോൾ 4 ക്വസ്റ്റ്യൻ എനിക്ക് ഒരുപോലെ തോന്നുമായിരുന്നു. അത് ഭയങ്കരമായി ക്ലിയർ ആയിട്ട് ആൻസറിലേക്ക് എത്താൻ ആ കോഴ്സ് എന്നെ ശരിക്കും ഹെൽപ്പ് ചെയ്തു. ഐ വിൽ ടെൽ യു, എൻ്റെ ഈ CAT സ്കോറിൻ്റെ ഒരു വലിയ പെർസെൻറ്റേജ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള VRC ആണ്. എനിക്ക് VRCയിൽ മാത്രം 48 ഉണ്ട് ഫൈനൽ CAT സ്കോറിൽ. ഓക്കെ, VRC ശരിക്കും നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് തോന്നും ഇതൊക്കെ ഭാഗ്യത്തിന് മുകളിൽ VRC വളരെ കറക്റ്റായിട്ടൊരു ആൻസർ ഉണ്ടാവും, അതിന് റീസണിങ് ഉണ്ടാവും. ആൻഡ് പയ്യെ നമുക്കിത് കിട്ടിത്തുടങ്ങും. ആൻഡ് എല്ലാ സെക്ഷൻ്റെ ഒരു മെയിൻ പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം. ഇതൊന്നും ഭാഗ്യമല്ല, ഇതൊന്നും റോക്കറ്റ് സയൻസ് അല്ല, ഇതെല്ലാം പ്രാക്ടീസ്
പ്രാക്ടീസിലായിരിക്കുന്നത്. നിങ്ങൾ എത്രമാത്രം പ്രാക്ടീസ് ചെയ്യാൻ റെഡി ആയിരിക്കുന്നു എന്നുള്ളതിലിരിക്കുന്നത് ഇത് മൊത്തം. എസ്പെഷ്യലി VRC ആൻഡ് DALR. ക്വാണ്ട് കുറച്ചും കൂടെ നമ്മൾ പഠിക്കാനുണ്ട്, കുറച്ചുകൂടെ നമ്മൾ എഗെയിൻ പ്രാക്ടീസ് തന്നെയാണ്. ചെയ്ത് നമുക്ക് അറിയാം ഓരോ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ എങ്ങനെയായിരിക്കും ഉണ്ടാവാം. നമുക്ക് സെക്കൻഡ് സെഷനിലേക്ക് വരാം. DLR ഈസ് ഓൾ അബൌട്ട് പ്രാക്ടീസ്. നിങ്ങൾക്ക് എത്ര സെറ്റ്സ് ഈ എക്സാമിന് മുമ്പ് എത്ര സെറ്റ്സ് നിങ്ങൾക്ക് ചെയ്ത് തീർക്കാൻ പറ്റുമോ അതിൽ മാത്രമാണ് ഇരിക്കുന്നത്. നമുക്ക് പല ടൈപ്സ് സെറ്റ്സ് കാണുന്നതനുസരിച്ച് ഇത് നമുക്ക് ഈസിലി സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് എക്സാമിന് ഇരിക്കുമ്പോൾ ക്വസ്റ്റ്യൻസ്, അതായത് സെറ്റ്സ് നോക്കുമ്പോൾ തോന്നും ഇത് ഡൂവബിൾ ആണ്. ആ ഡൂവബിൾ ആണ് ഏതാണ്, ഈ 4 സെറ്റിനകത്ത് ഏതാണ് ഡൂവബിൾ ആണെന്ന് മനസ്സിലാക്കുന്നതിലാണ് ഈ കംപ്ലീറ്റ് പരിപാടി ഇരിക്കുന്നത്. ചില സെറ്റ്സ്, എല്ലാ സെറ്റ്സും നിങ്ങൾക്ക് സോൾവബിൾ ആയിരിക്കും ചിലപ്പം, പക്ഷെ ചിലത് സമയം കൂടുതലെടുക്കും, ചിലത് സമയം കുറവെടുക്കും. സോ അത് ഏതാണെന്ന് മനസ്സിലാക്കുന്നത് അത് പ്രാക്ടീസിലൂടെ മാത്രമേ വരുള്ളൂ. DALRന് വേണ്ടിയിട്ട് യൂട്യൂബിൽ അനസ്താസിസ് അക്കാഡമി എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്. അതിനകത്തൊരു 200 സെറ്റ്സിൻ്റെ ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. നിങ്ങൾ സീരിയസ് ആണ് എക്സാമിനെ കുറിച്ചെങ്കിൽ നിങ്ങൾ ആ 200 സെറ്റ്സ് എക്സാമിന് മുമ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവണം. ഒരു വിധത്തിൽപ്പെട്ട എല്ലാ സെറ്റ്സും പുള്ളി ആ ഒരു 200 വീഡിയോസിൻ്റെ, അതായത് 200 സെറ്റ്സിൻ്റെ ഒരു പ്ലേലിസ്റ്റാണ് അതിനകത്ത് പുള്ളി കവർ ചെയ്യുന്നുണ്ട്. ട്രൈ ടു ഡു ലൈക്ക് എല്ലാ സെറ്റും അതിനകത്തുള്ള, അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ നിങ്ങൾ ശരിക്കും DALRന് വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സോഴ്സ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ആക്ച്വലി അരുൺ ശർമ്മയുടെ 3 ബുക്സ്, 3 അല്ല 4, 5 എങ്ങാനുണ്ടെന്ന് തോന്നുന്നു. എല്ലാം ഇതിനകത്ത് DAയുടെ LRൻ്റെ പിന്നെ VRCയുടെ ക്വാണ്ടിറ്റി ഇതെല്ലാ ബുക്കും തന്നെ ഉണ്ട്. ബട്ട് ഇതിനകത്ത് DALRനാണ് ഞാൻ ഏറ്റവും കൂടുതൽ അരുൺ ശർമ്മയുടെ ബുക്കിനെ ഡിപ്പെൻഡ് ചെയ്തത്. ആൻഡ് ഇതിനകത്ത് അമേസിങ് സെറ്റ്സ് ഉണ്ട്, കുറേയധികം സെറ്റ്സ്. സോ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം ആ സെറ്റൊക്കെ ഉപയോഗിച്ചിട്ട്. ഓക്കെ, ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. കുറേ പേര് ബുക്ക് റെക്കമെൻഡേഷൻ എന്നോട് ചോദിച്ചു. ഞാൻ അരുൺ ശർമ്മയുടെ ബുക്ക് മാത്രമേ ഉപയോഗിച്ചുള്ളൂ. സോ വേറെ ബുക്കിൻ്റെ കാര്യമൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അരുൺ ശർമ്മയുടെ ബുക്ക് DALR ലൈക്ക് അമേസിങ് ആയിരുന്നു. മോക്സ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ പിന്നെ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളൊരു കാര്യം, നിങ്ങൾ മോക്ക് എടുത്ത് തുടങ്ങാൻ നിങ്ങൾ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്ത് തീരാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത്. ഞാൻ എൻ്റെ ഫസ്റ്റ് മോക്ക് എടുത്തത് ഏപ്രിൽ ലാസ്റ്റാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. എനിക്കൊന്ന് മെയ് ലാസ്റ്റാണ് ഞാൻ എൻ്റെ ഫസ്റ്റ് മോക്ക് എടുത്ത് തുടങ്ങിയത്. ഞാനിങ്ങനെ പേടിച്ചിരിക്കുകയാണ്, ഞാൻ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്തില്ലല്ലോ, ഞാൻ എങ്ങനെ മോക്ക് എടുക്കുന്നു. ഒന്നും ആലോചിക്കണ്ട, ജസ്റ്റ് പോയി തുടക്കം മുതലേ മോക്ക് എടുത്ത് ശീലിക്കുക. ഇറ്റ്സ് ലൈക്ക് എ പ്രാക്ടീസ്. നമ്മൾ ടൈമിങ്ങിനോടൊന്ന് അഡ്ജസ്റ്റ് ആയിട്ട് വരുന്നതും, ഒരു സെക്ഷൻ കഴിഞ്ഞ് അടുത്ത സെക്ഷനിലേക്ക് പോകുമ്പോൾ ഇതിൻ്റെ ആ ഒരു സ്ട്രെസ് അടുത്ത സെക്ഷനിലേക്ക് കൊണ്ടുപോകാതിരിക്കുന്നു, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ അതിനോട് ഓക്കെ വരാനുണ്ട്. സോ എത്ര നേരത്തെ നിങ്ങൾക്ക് മോക്ക് എടുക്കാൻ പറ്റുമോ അത്ര നേരത്തെ മോക്ക് എടുക്കാമെന്നേ ഞാൻ പറയുള്ളൂ. എൻ്റെ ആ ഒരു ജേർണിയിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ കുറഞ്ഞതൊരു 70-75 മോക്ക് എടുത്തിട്ടുണ്ട്. ലൈക്ക് അവർ 7 മാസത്തിൽ. ഫസ്റ്റത്തെ മോക്ക് ഈ മെയ് ലാസ്റ്റ് ആയിരുന്നെങ്കിൽ പിന്നെ വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് ഞാൻ മോക്ക് എടുക്കാൻ തുടങ്ങി. സോ നിങ്ങളൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് അവരുടെ മോക്കിൻ്റെ പാക്കേജ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അതേത് നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയും ഓൺലൈൻ പാക്കേജ് നിങ്ങൾക്ക് മോക്ക് ഇടയ്ക്കിടയ്ക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ കഴിയുന്നത്ര പോവുക. കാരണം നിങ്ങൾക്ക് വരാൻ പോകുന്ന എക്സാമിനെ പറ്റി നിങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല. ചിലപ്പം ഭയങ്കര ടഫായിരിക്കും എക്സാം, ഭയങ്കര ഈസി. ഇതൊന്നും ആർക്കൊന്നും പറയാൻ പറ്റാത്ത കാര്യമാണ്. അതുകൊണ്ടാണ് ഈ കോച്ചിങ്ങിന് വേണ്ടി ഇത്രയധികം പൈസ മുടക്കുന്നതിനോട് ഞാൻ എഗെയിൻസ്റ്റ് ആയിരിക്കുന്നത്. നമുക്ക് അറിഞ്ഞുകൂടാ ഈ പ്രാവശ്യം നമുക്കത് ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന് തന്നെ. സോ അടുത്ത വർഷം we'll try again, അല്ലേ? if you are too much into MBA, if you want somebody to teach you, അങ്ങനെയാണെങ്കിലേ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമെങ്കിൽ I would suggest ഈ 1-on-1 മെൻറ്ററിങ് ഒക്കെ കൊടുക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ചൂസ് ചെയ്യുക നിങ്ങൾ. ആൻഡ് അത്രയധികം പൈസ നമ്മുടെ പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കോഴ്സ് സെലക്ട് ചെയ്യുക ആൻഡ് അവരുടെ മെറ്റീരിയൽസ് യൂസ് ചെയ്യുക. ഇനി നമുക്ക് ക്വാണ്ടിലേക്ക് പോകാം. ക്വാണ്ടിൻ്റെ കാര്യത്തിൽ ഞാൻ എന്താ ചെയ്തത്, എൻ്റെ മാത്സ് ഒരു അത്യാവശ്യം നല്ലതായിരിക്കുന്ന ആളാണ് ഞാൻ. ഓക്കെ, ബട്ട് എഗെയിൻ ഞാൻ പറയാം, ഞാൻ എടുത്ത മോക്സിലെല്ലാം തുടക്കത്തിലൊക്കെ മാർക്ക് കുറയായിരുന്നെങ്കിൽ, അതായത് ചിലതിനൊക്കെ എനിക്ക് 10 മാർക്ക് കിട്ടിയിട്ടുണ്ട്, ചിലതിന് 3 മാർക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ എൻ്റെ മാർക്സ് ഇമ്പ്രൂവ് ചെയ്യാൻ തുടങ്ങി. അതായത് ഞാൻ എക്സാമിന് മുമ്പൊക്കെ കൺസിസ്റ്റൻ്റ് ആയിട്ട് 35ൻ്റെ മുകളിൽ ഞാൻ സ്കോർ ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. ബട്ട് ആക്ച്വൽ എക്സാം വന്നപ്പോൾ ഞാൻ മെസ്സപ്പ് ചെയ്ത എൻ്റെ സെക്ഷൻ ഇസ് ക്വാണ്ട്. എൻ്റെ 51% ആയിരുന്നു എനിക്ക് ക്വാണ്ടിൻ്റെ മാർക്ക്. ഐ വാസ് സോ കോൺഫിഡൻറ്റ് അബൌട്ട് ക്വാണ്ട്. ഞാൻ ശരിക്കും DALRനെ പറ്റിയിട്ടായിരുന്നു വെറീഡായിരുന്നത്. DALRും VARCയും എനിക്ക് നല്ല 98+% ബട്ട് എൻ്റെ കയ്യിൽ നിന്ന് പോയത് ക്വാണ്ടാണ്. സോ നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു എക്സാമായത്. സോ എന്തിനും റെഡി ആയിട്ട് വേണം നിങ്ങൾ ക്യാറ്റിനെ പ്രിപ്പയർ ചെയ്യാൻ.
ആൻഡ് എന്താണ് റിസൾട്ട് എങ്കിലും നിങ്ങൾ അതിനോട് ഓക്കെ ആയിരിക്കണം. അതായത് നമ്മൾ ഈ കഷ്ടപ്പെട്ട് 7 മാസം പ്രിപ്പയർ, ഞാൻ പറയാം ആ ജേർണിയിൽ കംപ്ലീറ്റ് ABC അല്ലാതെ എൻ്റെ മനസ്സിൽ വേറെ ഒന്നുമില്ലായിരുന്നു. ബട്ട് അത് നടന്നില്ല. അപ്പം തന്നെ നമ്മളുടെ ഒരു പരിപാടി മാറ്റാനും ഇറ്റ്സ് ഓക്കെ എന്ന് ആലോചിക്കാനും ഒക്കെ ഉള്ള ഒരു മനോധൈര്യത്തിൽ വേണം കാറ്റിനെ അപ്രോച്ച് ചെയ്യാമെന്ന് ഞാൻ പറയുള്ളൂ. സോ ക്വാണ്ടിന് ഞാൻ എന്താ ചെയ്തതെന്ന് ലെറ്റ് മീ ടെൽ യു ദിസ്. ദർ ആർ യൂട്യൂബ് ചാനൽസ്. ഓക്കെ, ശരിക്കും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ജോയിൻ ചെയ്ത ഇൻസ്റ്റിറ്റ്യൂഷനിലെ മെറ്റീരിയൽസ് ഫോർ ക്വാണ്ട്. നിങ്ങൾ ഏത് കാറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ മെറ്റീരിയൽസ് ഉണ്ടാവും. ആൻഡ് ഈ റിസോഴ്സസ് ഇഷ്ടം പോലെ അതല്ലാതെ അവൈലബിൾ ആണ് കേട്ടോ. ഞാനൊരു യൂട്യൂബ് ചാനലാണ്. ശരിക്കും ഈ ക്വസ്റ്റ്യൻസ് കുറേ ഇവിടെ നിന്ന് കിട്ടുമെങ്കിലും എല്ലാ ക്വസ്റ്റ്യൻസും എല്ലാവർക്കും സോൾവ് ചെയ്യാൻ പറ്റും. ബട്ട് ഈ ട്രിക്സ് ആൻഡ് ടിപ്സ് ചിലതൊരു 5 മിനിറ്റ് എടുത്ത് ഒരാൾ സോൾവ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് വെറും 2 സ്റ്റെപ്പിലൊക്കെ തീരുമായിരിക്കും. ദർ ആർ യൂട്യൂബ് ചാനൽസ് ലൈക്ക് രോധ ഓർ MBA പാഠശാല. ഇതൊക്കെ ഹിന്ദി ചാനൽസ് ആണ്. അവർ അതായത് ഭയങ്കര ഹിന്ദി അല്ല അവർ പറയുന്നത്, ക്വസ്റ്റ്യൻസ് എല്ലാം ഇംഗ്ലീഷിൽ തന്നെ ആയിരിക്കുമല്ലോ. ആൻഡ് അവിടെ എവിടെയും കുറച്ച് ഹിന്ദി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ക്വസ്റ്റ്യൻ കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രീ റിസോഴ്സസ് വേണമെങ്കിൽ ഐ വുഡ് സജസ്റ്റ് ഗോ. ആൻഡ് ദിസ് അനസ്താസിസ് ശങ്കറിൻ്റെയും യൂട്യൂബ് ചാനൽ ഉണ്ട്, അനസ്താസിസ് അക്കാഡമി എന്ന് പറഞ്ഞിട്ട്. പിന്നെ രോധ, MBA പാഠശാല, ഇങ്ങനെയുള്ള ചാനൽസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ക്വാണ്ടിൻ്റെ കേസിൽ കഴിയുന്ന അത്ര ക്വസ്റ്റ്യൻസ് ചെയ്ത് നമ്മൾ അതിനോട് എന്ത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടാനില്ലാത്ത ഒരു അവസ്ഥയിലെത്താം. സോ ഇതൊക്കെയാണ് ഞാൻ എൻ്റെ 3 സെക്ഷന് വേണ്ടി ഉപയോഗിച്ച മെറ്റീരിയൽസ്. ആൻഡ് മോക്സ് എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ട് ഈ ത്രൂ ഔട്ട് ജേണി എന്നുള്ള കാര്യം എപ്പോഴും ഓർക്കുക. മോക്സ് കഴിയുന്നത്ര മോക്സ് എടുക്കുക. ഇത് തീരാനൊന്നും കാത്തിരിക്കേണ്ട പോർഷൻസ് ചുമ്മാ എടുത്തു തുടങ്ങുക. നിങ്ങൾക്ക് വളരെ കുറച്ച് മാർക്ക് ഉണ്ടാവും. ആൻഡ് എത്ര കുറച്ച് മാർക്ക് ഉണ്ടാലും മനസ്സ് വേദനിക്കാതിരിക്കുക ഈ കാറ്റ് ജേണിയിൽ. ലൈക്ക് ഞാൻ പറഞ്ഞുതരാം, ഞാൻ 106 ഞാൻ സ്കോർ ചെയ്തിട്ടുണ്ട് ഒരു മോക്കിന്. അടുത്ത മോക്കിന് എൻ്റെ മാർക്ക് 24 സോ ഇത് ഇങ്ങനെ ഇരിക്കും. നമ്മളെ മോക്കിൻ്റെ ഒന്നും മാർക്ക് ഉണ്ട്, ഇതൊന്നും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ആക്ച്വലി ഒരു ഇച്ചിരി കൺസിസ്റ്റൻസിയൊക്കെ ഏതെങ്കിലും ഒരു സെക്ഷനിൽ കണ്ടു തുടങ്ങി കഴിഞ്ഞാൽ നമുക്കൊരു ഇച്ചിരി ആശ്വസിക്കാം. ബട്ട് ഇതൊന്നും ആയിരിക്കില്ല നമ്മളുടെ, ഇതൊന്നും ഉറപ്പിക്കാൻ പറ്റില്ല ഇതായിരിക്കും നമ്മളുടെ എക്സാമിനുള്ള അവസ്ഥ. സോ പ്രാക്ടീസ് മോർ. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുക, ബാക്കിയെല്ലാം വരുന്നത് പോലെ വരട്ടെ എന്നുള്ളൊരു മൈൻഡിൽ വേണം കാറ്റിനെ അപ്രോച്ച് ചെയ്യാൻ. പിന്നെ കുറേ പേര് എന്നോട് ചോദിച്ചു, ഹൗ ഡിഡ് ഐ സ്റ്റേ മോട്ടിവേറ്റഡ് ത്രൂ ഔട്ട് ദ ജേണി? 7 മാസം ഒരു ലക്ഷ്യത്തിന് വേണ്ടി കുത്തിയിരുന്ന് അങ്ങനെയൊന്നും പഠിക്കുന്ന ആളെയല്ല ഞാൻ. എനിക്ക് പഠിക്കാനേ ഇഷ്ടമല്ലാത്ത ആളാണ്. എൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ബേസിക്കലി ഞാൻ ഒരേ സബ്ജക്റ്റ് ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കില്ലായിരുന്നു. ഞാനിങ്ങനെ മാറ്റുമായിരുന്നു. അതായത് ഒരു സബ്ജക്റ്റ് പഠിച്ച് അതായത് ഒരു ക്വാണ്ട് തന്നെ ചെയ്ത് നമുക്കൊരു ബോറടി തുടങ്ങുമ്പോൾ ഞാൻ DLR എടുക്കും, 2 സെറ്റ് സോൾവ് ചെയ്യും. സോ ഞാനിങ്ങനെ മാറ്റി എടുക്കുമായിരുന്നു. അത് എന്നെ ആക്ച്വലി ഹെൽപ്പ് ചെയ്തു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആൻഡ് നിങ്ങൾക്കൊരു ബ്രേക്ക് എടുക്കാൻ തോന്നുമ്പോണ്ടല്ലോ, ബ്രേക്ക് എടുക്കുക, ലൈക്ക് അതൊക്കെ ചെയ്യുക. അതല്ലാതെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ നമ്മൾ കുത്തിയിരുന്ന് പഠിച്ചാൽ. ഈ സമയത്ത് എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. കാറ്റ് പ്രിപ്പറേഷൻ ജേണി ഭയങ്കര എളുപ്പമാക്കും നിങ്ങൾക്കിത് ചെയ്യാൻ കൂടെ ഒരാളും കൂടി ഉണ്ടെങ്കിൽ. ഈ ഒറ്റക്ക് പ്രിപ്പയർ ചെയ്യുന്നതിനേക്കാളും എത്രയോ നല്ലതായിരിക്കും. നിങ്ങൾക്കൊരു ഫ്രണ്ട് ഉണ്ട്, ഒരേ ലക്ഷ്യത്തിന് വേണ്ടി എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒന്നിച്ചാണ് കാറ്റ് പ്രിപ്പയർ ചെയ്തത്. ലൈക്ക് എൻ്റെ ആ ഒരു ജേണി, ആ സ്ട്രെസ്സ്, ആ ടെൻഷൻ, ഇതൊക്കെ ഷെയർ ചെയ്യാനൊക്കെ അവൻ വലിയൊരു പാർട്ട് ഓഫ് എൻ്റെ സ്ട്രെസ് എടുത്തു എന്ന് ഞാൻ പറയും. ആൻഡ് പുള്ളിയുടെ സ്ട്രെസ് ഞാനും എടുത്തു. സോ ഫൈൻഡ് സംവൺ യു ക്യാൻ പ്രിപ്പയർ വിത്ത്, ഐ വുഡ് സേ. ക്വാണ്ട് പഠിക്കുമ്പോൾ എവിടെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്, എല്ലാം പഠിക്കണോ, എല്ലാ ഫോർമുലയും പഠിക്കണോ, ഇങ്ങനെ എന്നോട് കുറച്ച് പേര് ചോദിച്ചു. ഞാനത് റെക്കമെൻഡ് ചെയ്യില്ല. അഥവാ നിങ്ങൾക്കിനി ഒരു സബ്ജക്റ്റ്, ഞാൻ പറയാം, ലെറ്റ് മീ ടെൽ യു അബൌട്ട് മൈസെൽഫ്. പ്രോബബിലിറ്റി എനിക്ക് ഇഷ്ടമല്ല, ഞാനത് അങ്ങനെ തന്നെ ഒഴിവാക്കി. പക്ഷെ നമ്മൾ ഈ DLR സെറ്റ് ചെയ്യുന്നതിനിടക്ക് കുറേ സെറ്റ്സ് ഈ പ്രോബബിലിറ്റി ഒക്കെ ബേസ്ഡ് ആയിട്ടുള്ളായിരുന്നു. അപ്പം നമ്മൾ ചെയ്ത് നമുക്കൊരു ബേസിക് ഐഡിയ കിട്ടും എന്തൊക്കെയാണ് കാര്യങ്ങൾ. അതാണ് ഞാൻ പറയുന്നത്, പ്രാക്ടീസിൽ തന്നെ ഇരിക്കുന്നത്. നിങ്ങൾക്ക് പറ്റുന്നത്ര പ്രാക്ടീസ് ചെയ്ത് പറ്റുന്നത്ര സെറ്റ്സ് ചെയ്യുക, പറ്റുന്നത്ര ക്വസ്റ്റ്യൻസ് ക്വാണ്ടിൽ ചെയ്യുക, VRC ഇങ്ങനത്തെ പാരഗ്രാഫ്സ് സോൾവ് ചെയ്യുക. ഇത് നിങ്ങൾ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ഹൗ മച്ച് പ്രാക്ടീസ് യു ആർ ടേക്കിംഗ്. എന്നോട് കുറച്ച് പേര് ചോദിച്ചു ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ എത്ര ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഞാൻ അടുത്ത സെക്ഷനിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. കാറ്റ് ജേണി എത്ര ഇമ്പോർട്ടൻ്റ് ആണോ അതുപോലെയല്ലേ അതിനേക്കാളും കൂടുതലോ ഇമ്പോർട്ടൻ്റ് ആണ് ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ. ഞാൻ സാമ്പിൾ ക്വസ്റ്റ്യൻസ് ആൻഡ് എന്തൊക്കെയാണ് നിങ്ങൾ ഷുഡ് ബി പ്രിപ്പയർഡ് വിത്ത് എന്നുള്ളൊരു പരിപാടിയൊക്കെ അടുത്തൊരു വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്യാം.
സോ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് മെയിനായിട്ട് പറയേണ്ടത്. ഇതായിരുന്നു എൻ്റെ കാറ്റ് പ്രിപ്പറേഷൻ ജേണി. മോക്സിൻ്റെ മാർക്ക് കണ്ട് പേടിക്കരുത്. ഭയങ്കര ഡിഫറൻസ് ഉണ്ടാവും. ബട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് മോക്സ് എടുത്തുകൊണ്ടിരിക്കുക, കഴിയുന്നത്ര മോക്സ് എടുക്കുക. ആൻഡ് എക്സാമിൻ്റെ അവസാനത്തെ ഒരു 5 ദിവസം മുമ്പ് വരെ കഴിയുന്നത്ര നിങ്ങൾ അഗ്രസീവായിട്ട് കാറ്റിനെ അപ്രോച്ച് ചെയ്തോളൂ, വിഷയമില്ല. ബട്ട് ഈ അവസാനത്തെ 5 ദിവസം കംപ്ലീറ്റ്ലി റെസ്റ്റ് എടുക്കുക. ബുക്ക് തുറക്കരുതെന്ന് ഞാൻ പറയും. സമാധാനത്തിൽ എന്താണോ നിങ്ങൾക്ക് സമാധാനമുള്ളത്, പാരൻസിൻ്റെ അടുത്ത് പോയി നിൽക്കണോ, ഫാമിലിയുടെ അടുത്ത് പോയിക്കണോ, ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോയിക്കണോ, എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. ബട്ട് ഇടയ്ക്ക് ഈ ഫോമുല കീപ്പ് എ ഫോമുല ബുക്ക്. അത് ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യം. കീപ്പ് എ ഫോമുല ബുക്ക് ഫോർ ക്വാണ്ട്. നിങ്ങൾക്ക് എന്തൊക്കെയാണോ എഴുതി വെക്കേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെക്കുക. ഇതിലൂടെ ഇടയ്ക്കിടയ്ക്ക് പോവുക. ആൻഡ് ഈ ഫോമുല ബുക്കിലൂടെ ഈ അവസാനത്തെ 5 ദിവസവും പറ്റുമ്പോഴൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് പോവുക. അല്ലാതെ മോക്സ് എടുക്കാൻ നിൽക്കരുത് അവസാനത്തെ 5 ദിവസം. റിലാക്സ് ചെയ്യുക. അതൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നെ. അതുകൊണ്ടാണ് ഞാനിത് ഷെയർ ചെയ്യണമെന്ന് വിചാരിക്കുന്നത്. സോ ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ. കാറ്റ് പ്രിപ്പറേഷൻ ജേണി ഇങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ കാറ്റ് പ്രിപ്പറേഷൻ ജേണി. സോ അടുത്ത കൊല്ലം ഈ നവംബറിൽ എക്സാം എഴുതാനിരിക്കുന്നവർ ഇപ്പോഴേ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പതുക്കെ ആരാംസെ പോവാം. പിന്നെ ഒരു ടൈം ലൈൻ എങ്ങനെയായിരുന്നു എൻ്റെ പ്രിപ്പറേഷൻ്റെ എന്ന് കൂടെ പറഞ്ഞ് ഞാൻ ഈ വീഡിയോ എൻഡ് ചെയ്യാം. ഞാൻ പറഞ്ഞതുപോലെ April 24 ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. സോ ഈ പോർഷൻസ് ഒക്കെ എൻ്റെ ഒരു പ്ലാൻ അനുസരിച്ച് ആദ്യത്തെ ഒരു 2 മാസത്തിൽ എനിക്ക് ഈ പോർഷൻസ് ഒക്കെ തീർക്കണമായിരുന്നു. എനിക്ക് ഇനഫ് ടൈം ഉണ്ടായിരുന്നു. 7 മാസം ഉണ്ടായിരുന്നല്ലോ എക്സാമിന്. 7 മാസം ഇസ് ടു മച്ച്. ഓക്കെ, ഞാൻ ഇരുന്ന പോലെ അങ്ങനെ കുത്തിയിരുന്ന് പഠിക്കണം കാറ്റിന് വേണ്ടിയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. എനിക്ക് അറിഞ്ഞുകൂടാ. അതൊക്കെ ഓരോരുത്തരുടെ പരിപാടി പോലെ ഇരിക്കും. ഞാൻ ആദ്യത്തെ ഒരു 3 മാസത്തിൽ എൻ്റെ പോർഷൻസ് ഒരുവിധം എല്ലാം ഫിനിഷ് ചെയ്തു. DLR ആയിരുന്നു ആദ്യം ഫിനിഷ്. DLRനൊരു സ്പെസിഫിക് സിലബസ് ഒന്നുമില്ല. നമ്മൾ ഈ പ്രാക്ടീസ് ചെയ്ത് പിന്നെ നമ്മൾ കണ്ട് ശീലിച്ച സെറ്റ്സ് നമ്മൾ പിന്നെയും കാണാൻ തുടങ്ങും, ടൈപ്പ് ഓഫ് സെറ്റ്സ്. അപ്പം നമുക്കറിയാമോ നമ്മളുടെ DLR പ്രിപ്പറേഷൻ ഒരു വിധത്തിലായി. ക്വാണ്ടിൻ്റെ പോർഷൻസ് ആയിരുന്നു എനിക്ക് ഇങ്ങനെ തീർക്കാനുള്ളത്. സോ ആദ്യത്തെ ഒരു 3-3.5 മാസത്തിൽ ഞാൻ കംപ്ലീറ്റ് ക്വാണ്ടും ഒരു വിധത്തിൽ ഞാൻ കവർ ചെയ്തെടുത്തു. ബാക്കി ഞാൻ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കാര്യം പറഞ്ഞല്ലോ. ഞാൻ ആദ്യത്തെ കുറച്ച് ക്ലാസ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി ക്ലാസ് ഇരുന്നു. പിന്നെ എനിക്ക് തോന്നി അവരുടെ മെറ്റീരിയൽസിനപ്പുറം ക്ലാസ്സിൽ ഇരുന്നിട്ട് എനിക്ക് വലിയ കാര്യമൊന്നുമില്ല. ഡൗട്ട് ക്ലിയർ ചെയ്യാൻ അഥവാ എന്തെങ്കിലും ക്വസ്റ്റ്യൻസിൽ ഡൗട്ട് ക്ലിയർ ചെയ്യാനുണ്ടെങ്കിൽ അതിനൊരാൾ മതി. അങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ ക്ലാസ്സിന് പോവാതെയായി. ഞാൻ തന്നെ സെൽഫ് സ്റ്റഡി, കാറ്റിനെ ഏറ്റവും ബെസ്റ്റ് സെൽഫ് സ്റ്റഡിയാണ്. ഇത്രയും മെറ്റീരിയൽസ്, ഞാൻ പറഞ്ഞ മെറ്റീരിയൽസ് മാത്രം ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് കാറ്റ് ക്ലിയർ ചെയ്തെടുക്കാം. പിന്നെ കുറേ മെറ്റീരിയൽസിൻ്റെ ഒന്നും ആവശ്യമില്ല നിങ്ങൾക്ക്. ഞാൻ ഈ സജസ്റ്റ് ചെയ്ത മെറ്റീരിയൽസ് തന്നെ പോയി, ഫ്രീ മെറ്റീരിയൽസ് പോയി ട്രൈ ചെയ്യൂ, സോൾവ് ചെയ്യൂ, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യൂ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരുവിധം ഐഡിയ കിട്ടും എന്താണ് കാറ്റ്, എന്താണ് പരിപാടി എന്നൊക്കെ. ആൻഡ് ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് ദ വേൾഡ് ആയിരിക്കും, നമുക്കൊന്നും എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ നിങ്ങളുടെ കഴിവിനനുസരിച്ച് പ്രാക്ടീസ് ചെയ്യുക. ചെയ്യാൻ എളുപ്പമുള്ള DLR എന്നെ സെലക്ട് ചെയ്യാൻ തോന്നണേ. ഇതൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ എക്സാമിന് പോവുക. എല്ലാവർക്കും എവിടെയാണോ വേണ്ടത്, എവിടെയാണോ കിട്ടേണ്ടത്, IIMsഉം IITsഉം നല്ല B സ്കോറും തന്നെ കിട്ടട്ടെ. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്.